ഹലോ ഗേസ്, ഇന്ന് രാത്രി തന്നെ ബീഫ് കഴിക്കാൻ ആഗ്രഹം കേട്ടോ. അങ്ങനെ നേരെ കലമ്പൽക്കടയ്ക്ക് ഒരു ഓട്ടം കിട്ടിയിട്ടോ. അങ്ങനെ ഞാൻ നേരെ ബീഫ് ഹട്ടിൽ എത്തിയിട്ടോ. നമ്മളെ ശങ്കർവാൻ്റെ ബീഫ് ഹട്ടാണ് കേട്ടോ. അവിടുന്ന് ബീഫൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് വെച്ച് പിടിപ്പിച്ചിട്ടോ. അപ്പം ഇന്ന് ന്യൂ ഇയറൊക്കെ അതിനെ കൊണ്ട് തന്നെ ബീഫൊക്കെ കൂട്ടി അടിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അടിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് അടിക്കാനുള്ള പരിപാടിയാണെന്ന് കേട്ടോ ഉദ്ദേശിച്ചത്. അങ്ങനെ എന്താ വീട്ടിലെത്തി ബീഫൊക്കെ കുക്കറിലേക്കൊക്കെ ഇട്ടിട്ടോ. അത് കഴിയൊന്ന് വൃത്തിയാക്കി ഫ്രഷ് ആക്കാനുള്ള പരിപാടി കേട്ടോ. പക്ഷേ ഇന്ന് കണ്ണനും വാങ്ങുന്നും വീട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ നല്ല ബോറായിട്ടോ ഇവിടെ വന്ന് നിൽക്കാൻ തന്നെ. സംഭവം ഞങ്ങൾ അച്ഛനും മക്കളൊക്കെ ആണെങ്കിൽ പോലും ഞങ്ങൾ കൂട്ടുകാരന്മാരെ പോലെ കേട്ടോ. തമ്മിലടിക്കടിക്ക് തെറ്റെങ്കിൽ പോലും ഞങ്ങൾ ഇടയ്ക്കിട്ട് അപ്പം തന്നെ ജോയിൻ്റ് ആവാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ തക്കാളി ഉള്ളിയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അങ്ങനെ കണ്ണനെയും മാവനും എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഇടയിലും. അങ്ങനെ വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ നന്നാക്കി ഇടാനുള്ള പരിപാടിയാണ്. അതൊക്കെ നന്നാക്കിയിട്ട് ബീഫൊക്കെ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്കിട്ട് ഒറ്റ വേക്കിൽ വിസിലടി, അതാണ് ഉദ്ദേശം കേട്ടോ ഇന്നത്തെ. അങ്ങനെ കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റായി. അങ്ങനെ കുരുമുളകും കാര്യങ്ങളും അതൊക്കെ മിക്സിയിലൊക്കെ ഇട്ട് പൊടിച്ചിട്ടോ. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് ഓഫാക്കി ഓണാക്കി ചെയ്യണമല്ലോ, അതിനെ കൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ വലിയ ക്ലിയറൊന്നും കണ്ടില്ലാന്ന് തോന്നുന്നുണ്ടില്ലേ. അങ്ങനെ വെളുത്തുള്ളിയും കാര്യങ്ങൾ നന്നാക്കി ബീഫ് അതിലേക്ക് ഇട്ടിട്ടോ. ബീഫ് ഇട്ടായിട്ട് മുളകും പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ബീഫ് മസാല കാര്യങ്ങളൊക്കെ നല്ല പരിപാടിയാണ് കേട്ടോ. അതിനുപോലെ തന്നെ അരിഞ്ഞ് വെച്ച പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അപ്പോഴാണ് നമ്മുടെ വീടെടുത്തിട്ട് ചേട്ടൻ ആ വൈക്ക് പോയത് കേട്ടോ. അപ്പോൾ ചോദിച്ചാൽ എന്താ നീ ശേഷം പരിപാടി, പകലൊന്നും ഇവിടെ കാണാറില്ലല്ലോ, ഇതെന്താ പകലിവിടെ വന്നിരിക്കുന്നത്, മക്കളൊക്കെ എവിടെ പോയിന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അവരെ അമ്മേൻ്റെ വീട്ടിൽ പോയതാണ് അവരെന്നൊക്കെ പറഞ്ഞിട്ടോ. അങ്ങനെ പറഞ്ഞ് ലോക പറഞ്ഞു. ആ പറച്ചിൽ തന്നെ എന്തോ ഒരു കളിയാക്കുമ്പോഴൊക്കെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ രാവിലെ വന്ന് വൈകുന്നേരം പോകുന്ന ആൾക്കാരാണല്ലോ, അതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ കാണാറില്ലല്ലോ. അതുകൊണ്ട് മൂപ്പരെന്ന് ഇളക്കി ചോദിച്ചാൽ തോന്നുന്നു. അങ്ങനെ മുളകും പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും മസാലയും ബീഫ് മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടോ. അതെല്ലാം കൂടി ഇട്ടിട്ട് അടുപ്പത്തേക്ക് കയറ്റാനുള്ള പരിപാടിയാണ് കേട്ടോ. അങ്ങനെ നല്ല സ്മെല്ലൊക്കെ വരുന്ന നല്ല പോലെ തോന്നുന്നുണ്ട്. മസാലയൊക്കെ ഇട്ട് കൂടി അതിൻ്റെ മുകളിൽ കുറച്ച് സുർക്കയും കാര്യങ്ങളൊക്കെ പാരാനുള്ള സെറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ മുകളിൽ 2 സ്പൂൺ സുർക്കൊക്കെ എടുത്ത് പാർന്നിട്ടോ. അതിനകത്തെല്ലാം കൂടി കൂട്ടി കുഴച്ച് മിസ്സാക്കിട്ടോ. മിസ്സാക്കി നേരെ രണ്ടും നോക്കിയില്ല, അതടുത്തുള്ള കുക്കറിലേക്ക് കയറ്റിട്ടോ. അപ്പോഴാണ് നമ്മൾ വീട്ടിൽ നമ്മൾ സ്ഥിരം വരുന്ന ആൾക്കാരൊക്കെ വരുന്നത് കേട്ടോ. കുരങ്ങന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുരങ്ങന്മാരൊക്കെ വന്ന് വീണ്ടും ചുറ്റും ഓടിൻ്റെ മുകളിൽ കൂടി കളിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഏറ്റവും വലിയ ശത്രു ഇവിടെ കുരങ്ങനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു സാധനം ഇവിടെ വെച്ച് പോകാൻ പറ്റാത്ത അവസ്ഥയുടെ കുരങ്ങനെ കൊണ്ട്. അപ്പോൾ ഞങ്ങളിതാ കുക്കറിലേക്ക് ഗ്യാസിലേക്ക് കുക്കറൊക്കെ എടുത്ത് വെച്ചിട്ടോ. അങ്ങനെ ബീഫൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. ബീഫ് നല്ല അടിപൊളി ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും ഫോളോ